ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇതിൽ 2 സക്കർ ഫിഷ് ഉണ്ട്, അതിനെ പിടിച്ചു മാറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇതിലെ വെള്ളം മൊത്തം കളയണം. ഔട്ട്ഫ്ലോ വെക്കാത്തതുകൊണ്ട് നമ്മളിത് ഇവിടെ 2 പൈപ്പ് വെച്ചിട്ട് അതിലൂടെയാണ് വെള്ളം കളയുന്നത്. അതുപോലെ ഇപ്പുറത്തെ സൈഡും വെച്ചിട്ടുണ്ട്. 2 പൈപ്പിലെയും വെള്ളം പോകുന്നുണ്ട്. ഇതിൽ സക്കർ ഫിഷ് മാത്രമല്ല, കുറച്ച് ഗപ്പിയും കോയിക്കാർപ്പും ഗോൾഡ് ഫിഷും കൂടിയുണ്ട്. ഇപ്പം വെള്ളം കളയുന്നത് കൊണ്ട് എല്ലാം പേടിച്ച് അടിയിലായിട്ട് പോയി നിൽക്കുമെന്ന്, അതുകൊണ്ട് കാണുന്നില്ല. ലാസ്റ്റ് വെള്ളം മൊത്തം കഴിഞ്ഞിട്ടാകുമ്പോൾ കാണിച്ചു തരാം. ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലേക്കാണ് നമ്മൾ സക്കർ ഫിഷിനെ മാറ്റാൻ പോകുന്നത്. ഇതിൽ കുറച്ച് പ്ലാറ്റിനം റെട്ടൽ ഡംബോയിയറിൻ്റെ കുട്ടികളും പാരൻസും ഉണ്ട്. കുറച്ച് വാട്ടർ പ്ലാന്റ്സും ഉണ്ട്. നമ്മളിപ്പം വെള്ളം കളയാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റേ ആവുന്നില്ലോ, എന്നാലും ഇത്രത്തോളം വെള്ളം കുറഞ്ഞ്. അതിനൊരു അരമണിക്കൂർ വേണമെന്നറിയില്ല, എന്നാലും അപ്പോഴാകുമ്പോഴത്തേക്കും വെള്ളം തെച്ചും തീരും. വേനൽക്കാലത്ത് ഈ ടാങ്കിലെ വെള്ളം നമ്മൾ പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പച്ചക്കറികൾക്കെല്ലാം ഇതെല്ലാം നല്ല വളമാണ്. മഴയായതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വെള്ളം ധാരാളം കിട്ടുന്നുണ്ട്. കാണുന്ന പച്ച നിറത്തിലുള്ളത് മീനിൻ്റെ വേസ്റ്റാണ്. ഇതെല്ലാം ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ നല്ല ചെടികൾക്കെല്ലാം നല്ല വളർച്ച ഉണ്ടാവും. 10 മിനിറ്റ് ആയപ്പോഴേക്കും വെള്ളം ഇതാ ഭാഗവും കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് സമയം എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോന്ന് കുരുത്തക്കൾ കളിക്കും, പറഞ്ഞാലൊന്നും കേൾക്കൂല. അപ്പം നമുക്ക് അതിനുള്ളൊരു മരുന്ന് കണ്ടുപിടിക്കാം. മരുന്ന് കണ്ടുപിടിക്കാനില്ല പോക്കാന്ന് ഒരു കത്തി എടുത്തിട്ട് പോകുന്നുണ്ട്. ഇതാണ് ഞങ്ങളെ മഞ്ഞൾ കൃഷി. അതിൻ്റെ ഇടയ്ക്ക് ചേമ്പും ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഇഞ്ചി ഉണ്ട്. ഇഞ്ചി കുറച്ചേ ഉള്ളൂ, മഞ്ഞളാണ് കൂടുതലും. ഞങ്ങൾ പുറത്തുനിന്ന് മഞ്ഞൾ വാങ്ങാറില്ല. 1 വർഷത്തേക്കുള്ള മഞ്ഞൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. വിത്തിന് അടുത്ത വർഷത്തേക്ക് എടുത്തു വെച്ചിട്ടും. ഇതാണ് അതിനുള്ള മരുന്ന്. ഇതാണ് അതിനുള്ള മരുന്ന്. ഈ മരുന്ന് കാണുമ്പോഴത്തേക്കും നല്ല കുട്ടിയാവും. ഈ മരുന്ന് കണ്ടാൽ ഇതേപോലെ നല്ല കുട്ടിയായിട്ട് ഇരിക്കും. നല്ല കുട്ടീൻ്റെ കലാവിരുതാണ് ഈ കാണുന്നതല്ലോ. ഇതിലെ വെള്ളത്തിൽ ഇപ്പം കുറച്ച് പറ്റിയിട്ടുണ്ട്, കുറച്ചെല്ലാം നല്ലോണം ഇതായിട്ടുണ്ട്. ഇതിന് കുറച്ചേ ഇല്ലു. അത് നമുക്ക് കോരിക്കളയണം. ഈ ഗ്രീൻ കളർ കാണുന്നത് വെള്ളം മോശമായിട്ടൊന്നുമല്ല, വെയിലടിച്ചിട്ട് ഇങ്ങനെ ആയതാണ്. ഇവിടെ നമ്മളൊരു കല്ലിൽ കുറച്ച് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ കോഴിക്കറുപ്പ് ബ്രീഡാവാൻ വേണ്ടിയിട്ട് എഗ്ഗ് അതിലിടാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അതിപ്പോൾ എടുത്ത് മാറ്റണം. എന്നിട്ട് ബാക്കി വെള്ളം കോരിക്കളയണം. സൂപ്പർവൈസർ വന്നിട്ടുണ്ട്, പണി എങ്ങനെയുണ്ട് എന്നെല്ലാം നോക്കാൻ വേണ്ടിയിട്ട്. നീ മീനെ പിടിക്കൂടാ? ആ, അപ്പം മീനെ പിടിക്കാനും ആളായിട്ടുണ്ട്. ഈ വലയിലൊരു മുള്ളെല്ലാം കാണുന്നുണ്ട്. ഏതോ മീൻ ഇതിൽ കുടുങ്ങിയിട്ട് ചത്തുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതാ മീനാന്നറിയില്ല. ഇനിയിപ്പം വെള്ളം മാറ്റി നോക്കിയാലേ അറിയൂ. കണ്ട മുള്ള കണ്ട? സക്കർ ഫിഷ് ആകാനാണത് ചാൻസ് കൂടുതലും. അത് അടിയിൽ ഇങ്ങനെ ഇതാക്കി നിൽക്കുന്നതല്ല. അപ്പം നമുക്കിനി വെള്ളം മാറ്റിയിട്ട് കാണാം. കുറച്ച് ഗപ്പീസ് ഉണ്ട്, അതിനാദ്യം പിടിച്ച് മാറ്റണം. കുറച്ചേ ഇല്ലു. അതിനെ ആദ്യം പിടിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് വെള്ളം മാറ്റാം. ഒരു 3-4 തവണ കോരുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം ഗപ്പീസിനെ കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അതിൽ ബാക്കിയുള്ളതിനും കൂടി പിടിക്കാൻ പറ്റുന്നത്രയും പിടിക്കാം. ഇപ്പോൾ ടാങ്കിലെ വെള്ളം തെച്ചും കളഞ്ഞിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ടാങ്ക്. ഇനി ഈ ടാങ്കിലേക്ക് നമുക്ക് വെള്ളം നിറക്കണം.
ഇതാണ് അതിൽ നിന്ന് കിട്ടിയ മീൻ. 3 കോഴിക്കാർപ്പും 6 കോഴിക്കാർപ്പും 2 സക്കറും 1 ഗോൾഡ് ഫിഷും കുറച്ച് ഗപ്പിയും ഉണ്ട്. ഇതിപ്പുറത്തേലും ഉണ്ട്. തൊട്ടോ. കൈയിട്ടിളക്കല്ല. ടാങ്കിൽ വെള്ളം നിറക്കും. ഇത് കുറച്ച് സമയം എന്തായാലും പിടിക്കും. കുറച്ച് വെള്ളമായിട്ട് നമ്പോ നമുക്കിതിലേക്ക് മീനെ ഇറക്കി വിടാം. മീനെ റിലീസ് ചെയ്യാൻ വേണ്ടി പുതിയ ആളെല്ലാം വന്നിട്ടുണ്ട്. ചെയ്തോ. പേടിയെല്ലാം ഉണ്ട് പുള്ളിക്കാരൻ്റെ. എന്നാലും ചെയ്യുന്നുണ്ട്. കിട്ടോ ഇല്ലയോ നമുക്കറിയില്ല. അതാ പറ്റുന്നില്ലെങ്കിൽ ചെറുതിനെ പിടിക്കാ. ഇന്നെങ്ങാനും കിട്ടുവാടാ. അങ്ങനെയൊന്നും ചെയ്യില്ല, ചത്തു. അതിന്റെ തലഭാഗം പിടിക്കൂ. അവസാനം കിട്ടിപ്പോയിട്ടുണ്ട്. മെല്ലെ മെല്ലെ ഇതാക്കി വിട്ടോ. ഒന്നിനെ പിടിച്ചിട്ടുണ്ട്. ഒന്നിനെ പിടിക്കുമ്പോഴത്തേക്കും മറ്റേത് വേഗം കിട്ടുന്നുണ്ടല്ലോ. അടുത്തേക്കും പിടിച്ച് 3 എണ്ണത്തിന് റിലീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഓൻ തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. മെല്ലെ മെല്ലെ ആക്കിയിട്ട് അതൊന്ന് കൃഷിവിന് തൊടാൻ കൊടുക്ക്. തൊട്ടോ. വേണ്ട പോലും. എന്നാ പിന്നെ വിട്ടു. മെല്ലെ മെല്ലെ വിട്ടോടാ. അതിനാ ലാസ്റ്റിലെ കോഴിക്കാർപ്പാണത്. പേടിയുണ്ടാ? അതെ. അതിനെ പിടിക്കണ. വാല് പിടിക്കല്ലേ, തലഭാഗം പിടി. രണ്ട് കൈനെ കൊണ്ടു തലഭാഗം പിടിക്ക്. ബാക്കിന്ന് പിടിക്കടാ. അതിന്റെ ബാക്കിന്ന് പിടിക്ക, എന്നാലേ അത് ഇതാവൂല. അങ്ങനെ തന്നെ. വെള്ളം മാറ്റിയിട്ട് ഇതുകൊണ്ട് എല്ലാം ഒരു മൂലക്ക് പോയി നിൽക്കൂന്ന്. അത് 2 ദിവസം വരെ അതെന്തായാലും ഇങ്ങനെയാ നിൽക്കൂലു. കൃഷ കൃഷ വീർന്ന് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കീഞ്ഞിട്ടുള്ളത്. ഫുൾ കലക്കാക്കും. അല്ല, മീനെല്ലാം ഇതാ ഇപ്പോൾ റിലീസ് ചെയ്തിട്ട് സെറ്റായി വരുന്നുണ്ട്. ഇനി ഇതിലും വെള്ളം നിറഞ്ഞു വരണം. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിടുമെന്ന്. ഉപ്പിടുന്നത് എന്ന് വെച്ചാൽ മീനിപ്പം വെള്ളം മാറ്റുമ്പോൾ അടി എവിടെയെങ്കിലും പൊട്ടിയിട്ടോ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്. ഇത് തെച്ചിയിലിടുന്നുണ്ട്. ഇതാണ് സക്കർ ഫിഷ്. ഈ കാണുന്ന 2 സക്കർ ഫിഷിനെ നമുക്ക് നേരത്തെ കാണിച്ച ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റാം. പറ്റൂലടാ? ഇന്നാലും പറഞ്ഞിട്ടുണ്ട് അത് കുറച്ച് മുള്ളില്ലതായോണ്ട് ഒരു പേടിയായിരിക്കും അല്ലേ? അതാടാ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലേക്കാണ് നമ്മളിപ്പോൾ
മീനാ മാറ്റാൻ പോന്ന്. കുറച്ചേ വെള്ളമല്ലോ. പിടിച്ചിട്ടുണ്ട്. അത് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.